പഠിച്ചു. പിന്നെ എനിക്ക് തോന്നി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ശരിക്കും എല്ലാ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? പക്ഷേ കമ്മ്യൂണിക്കേഷൻ പണ്ടത്തെ മാതിരി ഇരുന്ന് വർത്താനം പറഞ്ഞ് അമ്മൂമ്മ കഥകളൊക്കെ പറഞ്ഞ് അവർ കുട്ടികളാകുമ്പോൾ എന്നും കൃഷ്ണ സ്റ്റോറി പറയണ പണിയായിരുന്നു. അത് ഞാനൊന്നും വിട്ടിട്ടില്ല. കാരണം ഞാനാണ് എൻജോയ് ചെയ്ത് കുട്ടികൾ വലുതായിപ്പോയി, അവർക്കിത് ഓർമ്മയില്ല. പക്ഷേ എനിക്കൊന്നും ഓർമ്മിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കഥകളും, അപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ വളർത്തണതും അവരോട് എന്തൊക്കെ പറഞ്ഞു, ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം വേണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എനിക്കിന്നും വലിയ സമ്പത്താണ്. ഒരുപക്ഷെ അവരൊന്നും ഇത് ഓർത്തൊന്നും വരില്ല. അവർക്ക് പാർട്ട് ഓഫ് ലൈഫ്. അത് കുട്ടിയും അങ്ങനെ നടന്നു, അത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടാണോ നമ്മളൊക്കെ ഇതൊക്കെ ചെയ്തു തന്നെന്നുള്ളൊരു ചോദ്യമല്ലേ അവർക്ക് വരിക. പക്ഷെ നമ്മളത് മിസ് ചെയ്യും. ഞാനെപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തത് പറയുന്നത്, നമ്മൾ ഈ കുട്ടികൾ വളരുമ്പോൾ എത്രത്തോളം അവരുടെ ചാൻസ് കിട്ടണോ, ഒരു ഈഗോ നോക്കേണ്ട കാര്യമില്ല, അവിടെ തന്നെ നിന്നോളുക. എവിടെ തന്നെ മക്കളെ ചുറ്റിപ്പറ്റിയെ നോക്കാൻ അവരുടെ വളർച്ച കുറച്ച് കഴിഞ്ഞാൽ വളർന്നു പോകും. പിന്നെ നമുക്ക് ഇത് തിരിച്ചു കിട്ടില്ല. പിന്നെ ജീവിതത്തിൽ എന്താ കണ്ടന്റ് ഉണ്ടാവുക? നമുക്ക് എന്തെങ്കിലും വേണ്ടേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇതപ്പതാ കുട്ടിയുടെ മുമ്പിൽ ഇരിക്കുന്ന വരെ എനിക്കിത് വലിയൊരു നിമിഷമല്ലേ? സെയിം ഹിയർ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഈവൻ അതാ ഇപ്പോൾ വാട്സാപ്പിൽ ഇല്ലെങ്കിൽ എനിക്ക് പലതും ഇപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് പ്രശ്നം. ഫേസ്ബുക്കിലില്ലെങ്കിൽ വേറൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്ന് ഞാൻ അവരുടെ കൂടെ ഇപ്പോൾ എൻ്റെ രണ്ടാം ജനറേഷൻ ഗ്യാപ്പില്ല ഇല്ല. അതെനിക്ക് ആദ്യമേ ശ്രദ്ധിച്ചു. കാരണം എനിക്ക് മനുഷ്യ പോയ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ മാതിരി എന്നോട് എന്താ ശ്രീദേവിക്ക് താല്പര്യം എന്ന് ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ലാത്തതൊന്നുമില്ല. പ്രണയം മുതലേ താല്പര്യമായിരുന്നു. എൻ്റെ എന്ത് ഫാഷൻ ഡിസൈനിങ് ആയാലും, ഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണെങ്കിലും, പെണ്ണിനെ ഒരുക്കുകയാണെങ്കിലും, കല്യാണം ഇപ്പം ഞാൻ സാരി ഡിസൈനിങ്, പിന്നെ ഫാഷൻ മറ്റേ നമ്മുടെ സൽവാർ ഡിസൈനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ചെയ്തിട്ടുമുണ്ട്. ട്രൂലി സ്പീക്കിംഗ് ചേച്ചി അന്ന് മുതൽ എപ്പോഴും എൻഗേജ്ഡ് ആയിരുന്നു. എപ്പോഴും എൻഗേജ് ഉണ്ടായി. എനിക്ക് തോന്നുന്നത് ഓരോരോ സെക്കൻഡും എനിക്ക് തോന്നുന്നത് അത് ഇൻബിൽഡ് ആണെന്ന് എനിക്ക് ചിലപ്പോൾ. ഞാനൊന്നും എന്നിലേക്ക് ഇമ്പോസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ചിലപ്പോൾ തോന്നുന്നു എന്ത് ഞാൻ ഇങ്ങനെ ആയി പോയത്. സത്യം എനിക്ക് തോന്നും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെയൊക്കെ ജനറേഷൻ, ഇനി അടുത്ത ജനറേഷൻ വന്നാലും ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു, ഒരു 10 വയസ്സുണ്ട്. യു ആർ ഹാപ്പനിങ് വുമൺ. ഞാൻ പറയും വാട്ട്? ഞാൻ പറയേണ്ടത് വുമൺ. ഞാൻ പറയും ബൈ ഗോഡ്. ഞാൻ എന്നിട്ട് അവനെ എന്താ ആൻറ്റി അവൻ പറഞ്ഞ അമ്മ ചോദിക്കും, ആ ഹാപ്പനിങ് വുമൺ അവൻ പറയാറുണ്ട്. അതാ ഞാൻ പറയണത്. അപ്പൊ ആ കുട്ടികൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ അവരുടെ കൂടെ നിൽക്കാന്ന് പറയുന്നത്. അതെ, അല്ല എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചാഞ്ഞു പോവുക. എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. എനിക്ക് അധികം എൻ്റെ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് ഇല്ല. എല്ലാം കുട്ടികളാണ്, ഒക്കെ ചെറുപ്പക്കാരാണ്. അപ്പം എനിക്ക് IT ഗേൾസാണ് എൻ്റെ മെയിനായിട്ട് ഡാൻസ് പഠിക്കാൻ വരുന്നത്. പിന്നെ മനുഷ്യരുടെ ഫ്രണ്ട്സൊക്കെ എൻ്റെ മോള് പോയ ഉടനെ അവർ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഓടിച്ചൊല്ലും. ഞാനാണല്ലോ അവിടെ ഉണ്ടാവുക. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചിരി വർത്താനം പറയാം. അപ്പോൾ അവരെന്നെ ഇങ്ങനെ നോക്കി പറയും, ആൻറ്റി സംടൈംസ് വി തിങ്ക് ദാറ്റ് യു ആർ മോനീഷ. അപ്പോൾ കൂടി എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ മോളുടെ ഒരു അഭാവം അവർക്ക് അവിടെ തോന്നരുതെന്നോ, എൻ്റെ ആത്മാർത്ഥത ആണത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തമാശയൊക്കെ അവരുടെ മുന്നിൽ. പക്ഷേ ആരും കാണാതെ ചേച്ചി കരയാറില്ലേ? എനിക്ക് ആരും കാണാതെ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും എൻ്റെ ഗ്രൈൻഡിങ്ങാണ്. സത്യം. അത് ഒരു നമ്മൾ ഒന്നിങ്ങനെ എത്തിയാൽ അത് അപ്പോൾ പുറത്ത് അണപൊട്ടും. അതാണ് ഞാൻ. അതാണ് ശരിക്കും. അത് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണം എന്നില്ല. ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയില്ലേ നമ്മൾ, എപ്പോഴും ഉണ്ട്. അത് ചേച്ചിയുടെ ഫേസിൽ നിന്ന് തന്നെ വായിക്കാം. എത്തിക്കഴിഞ്ഞാൽ അത് പുറത്ത് ചാടും. അതുവരെ എനിക്ക് പക്ഷേ ഇതും ഇതിൻ്റെ നേച്ചർ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിരിക്കുന്നു എന്ന് ഞാൻ പറയില്ല. സത്യം. ഞാൻ സാധാരണ ഒരു പച്ച മനുഷ്യ സ്ത്രീ. അതെ, നമുക്ക് എല്ലാ വികാരങ്ങളും ഇല്ലേ? ശരിക്കും. അതെ. പിന്നെ അങ്ങനെ ആവണം നമ്മൾ, അല്ലാതെ നമ്മൾ ജീവിതത്തിൽ അഭിനയിച്ച പോയില്ല. പിന്നെ ഞാൻ വിചാരിക്കും നമ്മളെപ്പോഴും നമ്മുടെ ദുഃഖം, എൻ്റെ അമ്മ എന്നെ പറഞ്ഞു തന്നിട്ടില്ല, ഇത് മോളുടെ ഇത് കഴിഞ്ഞ് പറഞ്ഞ ദുഃഖത്തെ വരിച്ച് ജീവിക്കാൻ. യു ഗെറ്റ് വെഡഡ് ടു ദുഃഖം. അതൊരു സുഖമായിട്ട് മാറും. അങ്ങനെ ആക്കി തീർക്കണം. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ജീവിച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. അതും മുന്നോട്ട് പോസിറ്റീവായിട്ട് പോകണം. മുന്നോട്ട് എങ്ങനെയും പോകാൻ കുട്ടി ഇല്ലേ? കറക്റ്റ്. എങ്ങനെയും നമുക്ക് പോകാം. വയ്യാതായാലും ഞാനിപ്പോൾ ഒരു ജീവിക്കാം എന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കാം, ആക്സെപ്റ്റ് ചെയ്യാതെ ജീവിക്കാം. അല്ല, എൻ്റെ
ഒരു 90% എൻ്റെ മനുഷ്യരുടെ അച്ഛനങ്ങനെ ജീവിച്ചു തീർത്തേ. ഒരിക്കലും ആ ഷെല്ലെന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല, എത്ര ശ്രമിച്ചാലും. ഞാൻ പിന്നെ ഭഗവത്ഗീത, ഉപനിഷത്ത്, അത് ഇത്, പിന്നെ അതേ സമയത്ത് ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്ത് ഞാൻ. അല്ല ചേച്ചി ഹോണ്ട് ചെയ്യാറില്ലേ ചില ഈ തിരക്കിൽ നിൽക്കുമ്പോഴും? അത് ഹോണ്ടിങ് അല്ല, ഇറ്റ്സ് എ വാക്യൂം. ഭയങ്കര വാക്യൂമാണ്, ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു വാക്യൂമാണ്. ഇപ്പോൾ 100 പെൺകുട്ടികളെ നിർത്തിയിട്ട് കഴിഞ്ഞാലും അതും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുകയാണ്, അതായി മാറില്ലല്ലോ സത്യം. അപ്പം ഞാൻ എന്ത് വിചാരിക്കും, ഷി ഹാസ് മെർജ്ഡ് ഇൻ മീ. അതാണ് ഞാൻ ഇമ്പോസ് ചെയ്യുന്നത്. അത് ഞാൻ എന്നെ സ്പിരിച്വലി ആണോ സൈക്കോളജിക്കലി ആണോ ഒന്നും എനിക്കറിയില്ല, ഞാൻ എന്നെ അതങ്ങ് വിശ്വസിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്തത്, എൻ്റെ സെക്കൻഡ് നേച്ചറായിട്ട് മാറി. അപ്പോൾ എന്നും മകൾ കൂടെ ഉണ്ട് എന്നുള്ള മട്ടിൽ ഞാൻ എല്ലാവരും. ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ചേച്ചിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഞാനും മനുഷ്യരോട് കുറേ പരിപാടികൾ ഒപ്പിച്ച കൂട്ടരാ. അവൾ ഭയങ്കര കുസൃതിയായിരുന്നു, ഞാനും കുസൃതിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓജാ ബോർഡൊക്കെ വിൽക്കും. ഞങ്ങൾ ഗൈഡിങ് സ്പിരിറ്റിനൊക്കെ വിളിക്കും. ഇങ്ങനെ കുറേ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പിന്നെ ഒരു ഓട്ടോമാറ്റിക് റൈറ്റിംഗ്, അവരൊന്നും പറയണ മീഡിയ, എനിക്കതൊന്നും പറയാറില്ല. ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ഉണ്ട്, അറിയാം. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ കിട്ടും, എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരയ്ക്കും. ഇത് എന്താണ് നമ്മുടെ പാരാസൈക്കോളജി ആണോ എനിക്ക് ഞാൻ അതിനെപ്പറ്റി, കാരണം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ മനുഷ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട്. പക്ഷെ അതിനെന്താ പ്രൂഫ് മറ്റുള്ളവർ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അവർ പറയും സൈക്കോളജിക്കലാണ് അല്ലേ. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർ പറയും നമ്മുടെ മനസ്സിൽ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് തന്നെയാണ് ആയിരിക്കാം. ചേച്ചിയുടെ കണ്ണെന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അല്ല അത് മേർജ് ചെയ്ത് പോകണതല്ലേ. ആ ഒരു ഇത് അതെൻ്റെ ഒരു സെക്കൻഡ് നേച്ചറായിട്ട് അങ്ങോട്ട് മാറിയില്ലേ. അതിൻ്റെ എത്രയായാലും മുഖം മനസ്സിൻ്റെ കണ്ണാടിയല്ലേ. സത്യം. അത് ഞാനാണെങ്കിൽ വളരെ സെൻസിറ്റീവാണ്, പെട്ടെന്ന് പുറത്തേക്ക് കാണിക്കും ആവും. അതെ. അപ്പോൾ ഈയിടെ ഞാൻ മോനിഷ സ്മൃതി നടത്തിയ സമയത്ത് ഓമനത്തിങ്കൾ കിടാവോ ചെയ്തു സ്റ്റേജിൽ. അപ്പം വളരെ കുറച്ച് കൊളീഗ്സ്, അതായത് മനോജ്, പിന്നെ വിനീത്, റഹ്മാൻ, മനോജ്, സുരേഷ് ഗോപി, അങ്ങനെ സൂര്യകൃഷ്ണമൂർത്തി സാർ, പിന്നെ MT സാർ, ആ സാറിനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു കമൻറ്റ്, എനിക്കതൊരു മറക്കാൻ വയ്യാതെ, എങ്ങനെയാണ് ഞാൻ ഓമനത്തിങ്കൾ കിടാവോ ഒരു പെയിൻറ്റിങ്, ആ പെയിൻറ്റിങ് ലൈവ് ആവുകയാണ്. ആ പെയിൻറ്റിങ് ഓമനത്തിങ്കൾ കിടാവോ ഒരു കുട്ടിയെടുക്കുന്ന അമ്മ നിൽക്കുന്ന ഒരു പെയിൻറ്റിങ് ആയിട്ട് ഫ്രെയിമിൽ നിൽക്കുക, ഇറങ്ങി വന്നിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ തുള്ളിച്ചാടി നടന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജാണത് എനിക്ക്. അത് കൊമമറേഷൻ, സ്മരണാഞ്ജലി അല്ലേ. അപ്പോൾ എനിക്ക് തുള്ളും ഇളമാൻ കിടാവോ എന്നിട്ട് ഓടാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാൽ അത് എനിക്ക് സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്യണം. അത് ഞാൻ എന്ത് ചോദിച്ചാൽ, ഞാൻ കുറേ ചെറുപ്പക്കാർ ഏഞ്ചൽസിൻ്റെ മാതിരി, അപ്പോൾ താമര പോകുന്ന അവർ താമര വിരിയുന്നു, അവർ മയിലായിട്ട് ആടുന്നു, അവർ കിളിയായിട്ട് പറക്കുന്നു. ഇതൊക്കെ കമ്പാരൻസ് ടു എൻ്റെ ചെറിയ കുട്ടിയെന്ന്. ആ ക്രേഡിൽ നിന്ന് വന്ന കുട്ടി വലുത്, പിന്നെ കുറേ സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ നിന്ന് വന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം എന്ന് വെച്ചാൽ ഹെൽത്തി ക്രിറ്റിസിസം, അതെൻ്റെ അടുത്ത് വാസേട്ടൻ പറഞ്ഞു. ഞാൻ ഒന്നും പറയില്ലല്ലോ അധികം, വളരെ ഗ്രാൻഡായിരുന്നു പ്രോഗ്രാം. എല്ലാവരും പറഞ്ഞു, വാസേട്ടനും പറഞ്ഞു വളരെ ഗ്രാൻഡായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്ത ആദ്യത്തെ പ്രോഗ്രാമാണ്. മറ്റേത് എന്നും മുമ്പിലത്തെ ഒരു സീറ്റിൽ അവിടെ ഇരിക്കും. അത് ശരിയാണോ ഇങ്ങനെ ഭയങ്കര ക്രിട്ടിക്കാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഓമനത്തിങ്കൾ കിടാവോ ചെയ്ത സമയത്ത് അങ്ങനെയൊക്കെ നന്നായി, പക്ഷേ ബേബിയുടെ മുഖത്താകെ അങ്ങനെ ഒരു ദുഃഖമായിരുന്നു. ആ ചിരിച്ചുകൊണ്ടിട്ട് ആ അമ്മയുടെ ആ ഒരു ചിരിയുള്ളൊരു ഭാഗം എവിടെയോ മിസ് ചെയ്തിരിക്കണം. ദുഃഖമായിരുന്നു ഓമനത്തിങ്കൾ കിടാവ്. ഞാൻ എങ്ങനെ ഇത് മറക്കും ജീവിതത്തിൽ അറിയുന്നില്ല എനിക്ക്. അപ്പോഴാണ് ഞാൻ വേറൊരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അതിപ്പോൾ കുട്ടി പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ജയന്തി പറഞ്ഞപ്പോൾ അത് ഓർമ്മ വരാൻ കാരണം അതാണ്. ചേച്ചി ഇത്രയും ചിരിച്ച് കളിച്ച് പറഞ്ഞാലും അത് എനിക്ക് വായിക്കാൻ പറ്റും മുഖത്തൊന്നും. അത് നമുക്ക് സ്വന്തമായിട്ട് കാണാൻ പറ്റുന്നതല്ല, നമ്മളെ നോക്കുന്ന ആൾക്കല്ലേ അത് കാണാൻ പറ്റുന്നത്. എല്ലാവരും കയ്യില്ല, അത് കുറച്ച് മിടിക്കുക, അതുകൊണ്ടാണ്.
ഒന്നുകൂടെ പറഞ്ഞോളൂ, ഒന്നുകൂടെ പറഞ്ഞോളൂ. അതുകൊണ്ടാണ് എന്താ സൈക്യാട്രിസ്റ്റ് മൈൻഡ് റീഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അല്ലമാര് പ്രാന്തമാര് ശീലിച്ചിട്ടൊന്നുമില്ലല്ലോ. അല്ലാതെ അങ്ങനെ ഒരു അപ്പം അതായിരുന്നു ആ ഒരു ഇതുണ്ടാവും. പക്ഷെ എന്നാലും എൻ്റെ പോളിസി എന്ന് വെച്ചാൽ എൻ്റെ അടുത്തേക്ക് വരുന്നവരെല്ലാവരും പോസിറ്റീവായിട്ട്, അവർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് കിട്ടണം എന്നിൽ നിന്ന്. കാരണം നമ്മൾ ഈ ദുഃഖം അങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവർ കൊടുത്തിരുന്ന കാര്യം. എനിക്ക് ഏറ്റവും വലിയ സമ്പത്ത് അത് മാത്രമാണ്. ഞാൻ പറയാം, അത് മാത്രം ആർക്കും ഷെയർ ചെയ്യാൻ കൊടുക്കുന്നില്ല. ആർക്കും ഞാൻ ഷെയർ ചെയ്യാൻ കൊടുക്കില്ല. ബാക്കിയെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യാം. അത് ഞാൻ എൻ്റെ മകൻ്റെ അടുത്താലും പറയും, അത് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ജയന്തിയുടെ ദുഃഖം എത്ര നേരം ഷെയർ ചെയ്യാൻ പറ്റും? 5 മിനിറ്റോ 10 മിനിറ്റോ? സത്യം. സ്വന്തം ഭർത്താവിന് പറ്റുമോ? സ്വന്തം ഭാര്യയ്ക്ക് പറ്റില്ല, ആർക്കും പറ്റില്ല. അത് നമ്മളിൽ തന്നെ അലിഞ്ഞ് ചേരുകയാണ്. അതാണ് ദുഃഖത്തിൻ്റെ കാര്യം. ദുഃഖം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന് സമ്പത്ത്. ഉള്ളിൻ്റെ ഉള്ളിൽ അത് മാത്രമേ കിട്ടുള്ളൂ സ്വന്തമായിട്ട്. സുഖമൊന്നും നമുക്ക് സ്വന്തമായിട്ട് കിട്ടില്ല. നമ്മൾ സുഖിക്കുമ്പോൾ വേറെ ആളുണ്ടാവില്ലേ കൂടെ സുഖിക്കാൻ. ഒരു നടി, ഒരു ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗ്രാഫാണ് 15 വയസ്സ് 16 വയസ്സ് നാഷണൽ അവാർഡ്. 14 വയസ്സിൽ നക്ഷത്രങ്ങൾ അഭിനയിച്ചിട്ട് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മോളൊക്കെ പിന്നെയും നാഷണൽ അവാർഡിനെ പറ്റിയിട്ട് അറിയാം. ഞാൻ അത്രയും പൊട്ടാത്ത, എനിക്ക് എൻ്റെ ജീവിതത്തിലാകെ എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ബ്രദേഴ്സ്, ഇങ്ങനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ലോകമായിരുന്നു എൻ്റെ. അതെൻ്റെ മനഃശാസ്ത്രം. ഈ കുട്ടി അഭിനയിച്ച് കാണുന്ന, കാരണം എനിക്ക് അഭിനയിക്കാൻ മോഹമുള്ള ആളായിരുന്നത് കൊണ്ട് ഈ കുട്ടി തുടങ്ങിയത് മുതൽക്ക് നന്ന ചെറുപ്പത്തിലേ അവൾ നന്നായിട്ട്, എന്നാൽ 5-6 വയസ്സിലൊക്കെ സ്വന്തം കമ്പോസ് ചെയ്തൊക്കെ ഡാൻസ് ചെയ്യും. സുന്ദരി മാർഗുല മൗലികളി എന്നുള്ള ആ പാട്ട് എത്ര കാലം മുമ്പേ. തമ്പ്രാൻ പിടിച്ചതെന്നുള്ളത് മോണിച്ചിക്കുന്ന 6 വയസ്സാണ്. അപ്പം മുതൽക്ക് അവിടെ അതിങ്ങനെ കേട്ടാൽ ഉറക്കത്തിലാണെങ്കിൽ ഇരുന്ന് ആടിയിട്ട്. അപ്പം അങ്ങനെ ഒരു കലാകാരിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കംപ്ലീറ്റ് എൻ്റെ ഭ്രാന്ത് മുഴുവൻ മനുഷ്യയിലായിരുന്നു. കാരണം അത് അതുപോലെ അങ്ങ് ഒപ്പിയെടുത്തിട്ട് ആള് തുടക്കം മുതലേ അങ്ങ് കാണിച്ചു തന്നു. ഒരു എഫേർട്ട്ലെസ് ആയിരുന്നു ആ കുട്ടിയെ. ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർക്കായാലും പാട്ട് പഠിപ്പിക്കുന്ന മാഷ് ഭാഗവർ എഫേർട്ട്ലെസ് ആയിരുന്നു അവളെ പഠിപ്പിക്കാൻ. എത്ര പറഞ്ഞാലും അതെ. അത് അടയാളക്ഷ്മൺ പഠിപ്പിക്കുന്ന കാലത്ത് നോട്ടവും അത് ഇൻബോണാണ്. ഷീസ് എൻ ഇൻബോൺ ആർട്ടിസ്റ്റ്. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് ഇപ്പോൾ പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കുട്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ വിചാരം ഞാൻ ചെയ്യേണ്ടതൊക്കെ അങ്ങനെ ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര അപ്പം ഈ ഒരു